കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്കിന്റെ മരണം അത് ഞെട്ടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. നിർബന്ധ സെഷൻ മാറ്റം മൂലമുണ്ടായ മാനസിക സംഘർഷമാണ് മരണത്തിലേക്ക് നയിച്ചത്. രാഷ്ട്രീയ പ്രേരിത സ്ഥലം മാറ്റങ്ങൾ സിവിൽ സർവീസിനെ സ്തംഭിപ്പിച്ചു. കണ്ണൂരിൽ സീനിയർ ഡോക്ടർ NGO അസോസിയേഷൻ നേതാക്കൾ അസഭ്യം പറഞ്ഞതിനെ തുടർന്ന് ഹൃദയാഘാതമുണ്ടായി. ഭരണത്തണലിൽ അഴിഞ്ഞാടുന്ന ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്തണമെന്നും പിണറായി പറയുന്നു. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വളരെ സങ്കടത്തോടു കൂടി നമ്മൾ സംസാരിച്ച ഒന്നായിരുന്നു ഈ ക്ലർക്കിന്റെ മരണം. അത് ഈ ഓഫീസിൽ ഒറ്റപ്പെടുന്നു എന്ന മനോവിഷമത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ എന്നാണ് ഈ മരിച്ച ക്ലർക്കിന്റെ ബന്ധു തന്നെ പോലീസിന് മൊഴി നൽകിയത്. ഇപ്പോൾ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്? സേതു, ഈ ആത്മഹത്യക്ക് കാരണം മാനസിക സംഘർഷങ്ങളാണ് എന്നുള്ളതാണ്. അത് സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ മാനസിക വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോയി, അല്ലെങ്കിൽ അങ്ങനെയാണ് മരണമുണ്ടായത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണമുള്ളത്. ഇങ്ങനെ സ്ഥലം മാറ്റത്തെ തുടർന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ സ്വയം മരണം വരിച്ചത് അത് ഞെട്ടിക്കുന്ന സംഭവമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു. സമാനമായി ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള സ്ഥലമാറ്റങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ണൂരിൽ ഒരു സീനിയർ ഡോക്ടറെ അസഭ്യം പറയുകയും അതിനെ തുടർന്ന് അവർക്ക് ഹൃദയാഘാതം വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അവർ ഈ പറയുന്ന സ്ഥലമാറ്റം, അനധികൃത സ്ഥലമാറ്റത്തിന് ഒപ്പുവെക്കാത്തതിൽ ആണ് ഇത്തരത്തിലുള്ള രോഗികൾക്ക് മുന്നിൽ വെച്ച് അവർക്ക് നേരെ അസഭ്യവർഷം ഉൾപ്പെടെ ഉണ്ടായി. അതിനെ തുടർന്നാണ് അവർക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട നില വന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വ്യാപകമായി കേട്ടതാണ് അനധികൃതമായി സ്ഥലം മാറ്റുന്നു. ഒരു പ്രതിപക്ഷ സംഘടനകളുടെ ആളുകളെ ഒരു ചട്ടങ്ങളും പാലിക്കാത്ത തരത്തിൽ സ്ഥലം മാറ്റം നടത്തുന്നു എന്നുള്ളത്. പക്ഷേ അതിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം അനധികൃത സ്ഥലം മാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട്. ഓക്കെ അർജുൻ, ശരി. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ അർജുൻ പറഞ്ഞത്. നാളെ